സിമ്പിളായിട്ട് കുറച്ച് നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ സ്കൂൾ ടൈമിലൊക്കെ ഞങ്ങൾ കൂടുതലും ഓരോ ആ സമയത്ത് ഇറങ്ങുന്ന ഓരോ സിനിമകളുടെ ഓരോ സീനുകളൊക്കെ ആയിരിക്കും നമ്മുടെ നെയിം സ്ലിപ്പിൽ വരുന്നത്. അപ്പോൾ അതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള നടൻ അതൊക്കെ എടുത്ത് അത് മാത്രം എടുത്ത് നമ്മൾ ബുക്കിലൊട്ടിക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നെയിം സ്ലിപ്പ് കളിക്കാനെടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനത്തെ നെയിം സ്ലിപ്പൊന്നും കിട്ടാനേ ഇല്ല. പിന്നെ കൂടുതലും ഇപ്പോൾ കാർട്ടൂൺസ് അങ്ങനെ അനിമൽസ് അങ്ങനത്തെ പലതരം നെയിം സ്ലിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. ഞാനിപ്പോൾ അതിന് വേണ്ട ഒരു ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാലരമയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും കുട്ടികളുടെ തന്നെ മാഗസിൻസോ അല്ലെങ്കിൽ പഴയ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് അതിൽ നിന്നൊക്കെ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ കാർട്ടൂൺ ആവാം അല്ലെങ്കിൽ അനിമൽസ് ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെടികളുടെയോ പൂക്കളുടെയോ അങ്ങനെ ഇഷ്ടമുള്ള ടൈപ്പ് പിക്ചേഴ്സ് കുറച്ച് കളക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. നെയിം സ്ലിപ്പിന് വേണ്ടിയിട്ട് റെക്ടാങ്കിൾ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏത് ഷേപ്പിൽ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അതിൽ ഞാൻ 4 സൈഡിലും ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന നെയിം സ്ലിപ്പ് പോലെ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നെയിം സ്ലിപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്. കാര്യം നമ്മൾ ആദ്യം നെയിമും ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് ഫുൾ നമ്മളതിനകത്ത് നെയിം എഴുതിയിട്ട് നമ്മുടെ നെയിം അല്ലെങ്കിൽ ഡിവിഷൻ എഴുതിയിട്ട് ഏത് ഡിവിഷനാണ് അത് ഫുൾ എഴുതിയിട്ട് വേണം നമ്മളിത് ഒട്ടിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ബുക്കിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് എഴുതാൻ പറ്റില്ല കേട്ടോ. വാട്ടർ പ്രൂഫായിട്ട് ചെയ്യുന്നത് കാരണമാണ് അങ്ങനെ വരുന്നത്. നമ്മളിതിൽ എടുക്കുന്നത് ഈ നെയിം സ്ലിപ്പിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന തീരെ ചെറിയ പിക്ചേഴ്സാണ് കേട്ടോ. കൂടുതലും അതിനകത്ത് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബാലരമയിൽ നിന്നും അതുപോലെ മോളുടെ പഴയ ബുക്സിൽ നിന്നൊക്കെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലോക്ക്ഡൗണൊക്കെ ആയ സമയത്താണ് സ്കൂൾ തുറന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നെയിം സ്ലിപ്പ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ പുറത്ത് കടയിൽ പോയിട്ട് ബുക്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. ഞാൻ ഇതിൽ നെയിം ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട് മാർക്കർ വെച്ചിട്ട്. അതിനൊപ്പം തന്നെ പെൻ വെച്ചിട്ട് പേര് എഴുതിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കാൻ പോകുന്നത് നല്ല വീതിയുള്ള സെല്ലോ ടേപ്പാണ്. ഇതുപോലത്തെ വീതിയുള്ള സെല്ലോ ടേപ്പാണ് ചെയ്യാനായിട്ട് വേണ്ടത്. സെല്ലോ ടേപ്പ് ഇങ്ങനെ നന്നായിട്ട് ഇച്ചിരി നീട്ടി വെച്ചിട്ട് ഒരു സൈഡിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെക്കുക. ഒരു ബുക്കിൻ്റെ സൈഡിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പെന്നോ പെൻസിലോ വെച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. സെല്ലോ ടേപ്പ് നന്നായിട്ട് നിവർന്നിരിക്കുന്ന രീതിയിൽ തന്നെ ചുളിവൊന്നും വരാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഓരോന്നും അതായത് നമ്മൾ പേരൊക്കെ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന നെയിം സ്ലിപ്പാണ് കേട്ടോ ഇത്. അത് അങ്ങനെ തന്നെ അതിൻ്റെ നല്ല വശം നെയിം സ്ലിപ്പിലേക്ക് ഒട്ടുന്ന രീതിയിൽ നമ്മൾ അതിനകത്തേക്ക് ഒട്ടിച്ച് കൊടുക്കുവാണ്. അത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇടവിട്ട് സ്പേസ് ഇട്ട ശേഷം വേണം നമുക്ക് വേറൊരു ബുക്കിലേക്ക് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇടവിട്ട് നന്നായിട്ട് സ്പേസ് വിട്ട് ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ സ്പേസ് വിട്ടിട്ട് വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എത്ര നെയിം സ്ലിപ്പ് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴയ നോട്ട്ബുക്കിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ സെല്ലോ ടേപ്പിൻ്റെ സ്പേസ് വിട്ടിട്ടുള്ള ആ സ്ഥലങ്ങളിൽ പകുതിയായിട്ട് സ്പേസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ഓരോന്നും ഈ പഴയ നോട്ട്ബുക്കിലേക്ക് ബൈൻഡ് ചെയ്ത ബുക്ക് തന്നെ വേണേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് വേറെ ന്യൂ ബുക്കിലേക്ക് എടുത്ത് ഒട്ടിക്കാൻ പറ്റും. നെയിം സ്ലിപ്പ് പോലെ തന്നെ ആദ്യം ഒട്ടിച്ചതിന് ശേഷമല്ല നമ്മൾ നെയിമൊക്കെ എഴുതുന്നത്. ആദ്യമേ നെയിമെല്ലാം എഴുതിയതിന് ശേഷമാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. കുറച്ച് ടൈം എടുത്താണെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ
ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്തിട്ടാൽ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.